32ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോയ ബ്രൂസ് ലീ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു കാലുണ്ടല്ലോ, ഒരു കാലിന് 1 ഇഞ്ച് ഹൈറ്റ് കുറവായിരുന്നു. അത്രയ്ക്കും ആ ഒരു എന്താ പറയുക കുറവിൽ നിന്നാണ് അദ്ദേഹം ഇത്രയ്ക്കും നിറവുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാക്ടീസുമായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ പവർ, കണ്ണിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത് -10 പോയിന്റ് കുറവായിരുന്നു. ഒരു ലെൻസ് ഇല്ലാതെ അദ്ദേഹത്തിന് തന്റെ എതിരാളികളെ കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഇത്രയ്ക്കും ഒരു വലിയൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. ബ്രൂസിലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 ഇഞ്ച് പഞ്ചും അതുപോലെ തന്നെ 1 ഫിംഗർ പുഷപ്പുമാണ്. ഈ 1 ഫിംഗർ പുഷപ്പ് കാരണം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിക്കിന്റെ ആ ഒരു സ്പീഡ് കൂട്ടാനായിട്ട് സാധിച്ചു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഡയറക്ടേഴ്സ് ആളുകളിലേക്ക് അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളുകളിലേക്ക് കാണുവാനായിട്ട് അദ്ദേഹത്തിന്റെ പല പഞ്ചുകളും സ്ലോ മോഷൻ ലെവലിലേക്ക് മാറ്റുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്കും ഒരു സ്പീഡായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കിക്കിനും. ബ്രൂസ് ലീ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ശരിക്കും പറഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അദ്ദേഹം പഠിച്ചത് ഫിലോസഫിയാണ്. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, കാന്റോണീസ്, മന്ദറിൻ ലാംഗ്വേജ്, ഇതേപോലത്തെ ഇത് വേൾഡ് ലെവൽ സ്പ്രെഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മന്ദറിനൊക്കെ ചൈനയിൽ യൂസ് ചെയ്യുന്നതാണ്, ഇംഗ്ലീഷ് വേൾഡ് വൈഡൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ലാംഗ്വേജ് ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോകം, അതായത് വേൾഡ് ലെവലിൽ ഫേമസ് ആകുവാനായിട്ട് ഈസി ആയിട്ട് സാധിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ 18 വയസ്സാകുന്നതിന് മുമ്പ് 20ൽ കൂടുതൽ പടങ്ങൾ അദ്ദേഹം ആക്ട് ചെയ്യുകയുണ്ടായി. ഫസ്റ്റത്തെ പടം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ 3 മാസം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഫസ്റ്റത്തെ പടത്തിൽ പ്രസന്റ് ആകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ 1 ഫിംഗർ പുഷപ്പ് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ ആ സ്പീഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കിൽ എബിലിറ്റി കാരണം കൊണ്ട് തന്നെ ലിറ്റിൽ ഡ്രാഗൺ എന്നാണ് അദ്ദേഹത്തെ വിളിച്ച്, അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ലിറ്റിൽ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു പേര്, ഒരു നിക് നെയിം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് തന്നെ കിട്ടിയിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹത്തിന് മരണത്തിന് കാരണമായിട്ടുള്ള മെയിൻ റീസണുകളിൽ ഒന്നായി പറയുന്നത് ഒരു അലർജിക് കണ്ടീഷൻ എന്ന് പറയുന്നതായിരുന്നു. അതായത് മരണമുണ്ടായ ആ ഒരു ദിവസം അദ്ദേഹം ഹോങ്കോങ്ങിലെ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇതിലായിരുന്നു. സോ ആ ഒരു കോ ആക്ടറിൻ്റെ അടുത്ത് അദ്ദേഹം തലവേദനയാണ്, ഒരു മരുന്ന് വേണമെന്ന് പറയുന്നു. സോ ഈ ഒരു ആക്ടർ മരുന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഡിന്നറിൻ്റെ സമയത്തായിട്ട് കാണാതായപ്പോഴാണ് ആളുകൾ അദ്ദേഹത്തെ റൂമിലേക്ക് അന്വേഷിച്ച് പോകുന്നതും അവിടെ അദ്ദേഹം മരണപ്പെട്ടതായിട്ട് കാണുന്നതും. മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പെയിൻ കില്ലർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷതത്തിൽ ആ ഒരു വേദനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് പെയിൻ കില്ലർ ഉപയോഗിച്ചിരുന്നു. സോ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു മരുന്നിനോടുണ്ടായിരുന്ന ഒരു അലർജി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു അലർജി കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുള്ള സെറിബ്രം എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെയിറ്റ്. എന്നാൽ ഈ ഒരു അലർജി കാരണം കൊണ്ട് തന്നെ അത് 1.58 കിലോഗ്രാം ആയിട്ട് സ്വെല്ലായി എന്നുള്ളതാണ്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മരിച്ചത് എന്നുള്ളതാണ് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒരു. എന്നാൽ ഇതിന് പുറകിൽ ഒരുപാട് കോൺസ്പിറസി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് മാർഷൽ ആർട്സ് ലോകം മുഴുവൻ സ്പ്രെഡ് ആകണം, അല്ലെങ്കിൽ എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചൈനീസ് എല്ലാ കുൻഫു സംഭവങ്ങളൊക്കെ ആൾ എല്ലായിടത്തേക്കും എത്തിക്കുന്ന ഒരു ഇത് ചെയ്തു, അല്ല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ള പറയുന്ന ഒരു ആശയം ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത് ചൈനക്കാർക്ക് ഇഷ്ടമായില്ല. സോ അതുകൊണ്ട് ആയിരിക്കും അവരുടെ ഒരു ഇത് പിറകിലുണ്ടായിരിക്കാം എന്ന് പറയുന്ന പലതരത്തിലുള്ള കോൺസ്പിറസി തിയറി ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിറകിലുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണാനായിട്ടുള്ള ഒരു ഇതായിരുന്നു. വലിയൊരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായേനെ. സോ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്ന ഏകദേശം 84 വയസ്സ് 85 വയസ്സ് ആ റേഞ്ചിലൊക്കെ ഉണ്ടായേനെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർഷൽ ആർട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ യങ് ആയിട്ട് ഇരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്ത് തന്നെയായിരുന്നാലും അത് വലിയൊരു വിയോഗം തന്നെയാണ്. കാരണം ആളുണ്ടായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ ആയിരുന്നേ. കാരണം ഇത്രയും കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് സ്വന്തം എഫേർട്ട് കൊണ്ടും സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടും എത്തിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയതിനെ. എന്ത് തന്നെയായിരുന്നാലും അതൊരു വലിയ വിയോഗം തന്നെയാണ്. എങ്ങനെയായിരുന്നാലും നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ഈ ലോകത്തിന് മുഴുവൻ അവതരിപ്പിച്ച അദ്ദേഹത്തിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്.